എത്ര രൂപയുടെ EMI എടുത്താൽ നിങ്ങൾക്ക് കുഴപ്പമില്ല? ബാങ്കിന്റെ തന്നെ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. നിങ്ങളുടെ ഇൻകത്തിന്റെ 50-60% വരെയൊക്കെ നിങ്ങൾക്ക് EMI ആകാമെന്നുള്ളൊരു കാൽക്കുലേറ്റർ. പക്ഷെ ഇതായിരിക്കണോ നമ്മുടെ പേഴ്സണൽ കാൽക്കുലേറ്റർ? എന്റെ മനസ്സിലെ ഒരു യുക്തി, പേഴ്സണൽ കാൽക്കുലേറ്റർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എപ്പോഴും സേഫ് എന്ന് പറയുന്നത് ഒരാളുടെ സാലറിയുടെ 1/3 EMI പോർഷൻ ആണെങ്കിൽ അതിന് വലിയ തെറ്റ് പറയാനില്ല. 1/3. പക്ഷേ ബാക്കിയുള്ളതിൽ 1/3 നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസിനും 1/3 ഇൻവെസ്റ്റ്മെന്റിനും മാറ്റിവെക്കാൻ സാധിക്കും. ഇങ്ങനെ 1/3 നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് മാറ്റിവെച്ചാൽ ആ 1/3 3 മാസമാകുമ്പോൾ 1 മാസത്തെ ശമ്പളം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറി. ഇങ്ങനെ 1 വർഷം കഴിഞ്ഞെങ്കിൽ 4 മാസത്തെ ശമ്പളം പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയി മാറി. ഇൻ കേസ് നമ്മുടെ ജോലി പോയെങ്കിൽ നോട്ടീസ് പീരീഡും ഈ 4 മാസവും കൂടെ എങ്കിലും കൂട്ടിയാൽ അത്രയും ബഫർ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിലുള്ളത് ഒരു ധൈര്യം തന്നെയല്ലേ? ഇൻ കേസ് ഈ ബാങ്ക് തരുന്ന 50-60% നിങ്ങൾ EMI എടുത്തിട്ട് നിങ്ങളുടെ ജോലി പോയാലോ എന്തുമാത്രം സ്ട്രെയിനിലൂടെ ആയിരിക്കും നമ്മളന്ന് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സേവിങ്സ് ഇല്ല. അതുകൊണ്ട് എന്റെ കാൽക്കുലേറ്റർ വളരെ സിമ്പിൾ ആണ്. 1/3 ഓഫ് യുവർ ഇൻകം ഷുഡ് ബി maximum limit of your EMI.